ഹലോ നാട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ആൻപോളോഗ്രഫി. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് നമ്മുടെ ബാക്ക് യാർഡിൽ ഒരു ബാർബിക്യൂ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഡിന്നർ അതാണ് നമ്മുടെ. ഇപ്പോൾ നല്ല വെതറൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ബാർബിക്യൂ സെറ്റാക്കാമെന്ന്. ഈ അടുത്ത് ഡാനിയിലാണെങ്കിൽ ഒരു പുതിയ ബാർബിക്യൂടെ മറ്റേ ചാർക്കോളൊക്കെ ഇട്ട് കത്തിക്കുന്ന സംഭവം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് പരീക്ഷിക്കണം. നമ്മുടെ ഫ്രണ്ട്സ് ഈ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നമ്മൾ ബാർബിക്യൂ കൊടുക്കുന്നതിന് മുന്നേ അത് വർക്ക് ചെയ്യുമെന്നൊക്കെ നമുക്കൊന്ന് പരീക്ഷിക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ബാർബിക്യൂ ഈവനിങ്. ഇപ്പോൾ സമ്മർ ആയപ്പം ഗാർഡനൊക്കെ ഡാനിയലിൻ്റെ പാരൻസും കൂടെ അടിപൊളിയാക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഫുള്ള് പൂക്കളം നട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ എല്ലാം വൻ പരാജയമായിരുന്നു. ഇപ്രാവശ്യം നട്ടതൊക്കെ മുളച്ച് വരുന്നുണ്ട്. ചെടികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മുല്ലപ്പൂ പോലത്തെ ഒരു ചെടിയാണ്, നല്ല മണം വരും. അപ്പോൾ ഇത് പടർത്താനൊക്കെ നല്ലതാണ്. കഴിഞ്ഞ സമ്മർ കഴിഞ്ഞപ്പോഴായിരുന്നു കിട്ടിയത്. പിന്നെ അത് വിൻ്ററിൽ ഇങ്ങനെ പുറത്ത് ഇരുന്നതാണ്, നമ്മൾ ശ്രദ്ധിച്ചൊന്നുമില്ലായിരുന്നു. ഇത് നമ്മളെ കാന്താരി മുളകാണ്, ചാവൂലായിരിക്കും. പിന്നെ നമ്മുടെ കറിവേപ്പില. Yes, I would like a crumpet. Thank you. That was quite natural. ഇവിടെയാണ് നമ്മൾ ബാർബിക്യൂ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡാനിയൽ ഇപ്പോൾ കടയിൽ പോയി അതിൻ്റെ മീറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. Right, you're going to buy the meat now? Yeah, hopefully it'll work. നമ്മൾ ഇതുവരെ ഇവിടെ എങ്ങനെ ചെയ്തിട്ടില്ല ബാർബിക്യൂ. നമ്മൾ ചെടികളൊക്കെയാണ്, ഇതെല്ലാം ഹേർബ്സാണ്. സെയ്ജ്, മേരി, എന്തൊക്കെയാണോ എനിക്കറിയില്ല. ഇതെല്ലാം ഡാനിയൽ ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്കൊരു ഐഡിയ ഇല്ല. അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാലൻഡറിൽ. ഇതൊക്കെ എന്തിനാണോ, പൂക്കളായിരിക്കുമോ? ഇതിൽ സൺഫ്ലവർ സീഡ്സ് ആണെന്ന് തോന്നുന്നു. ഇത് പച്ചമുളകിൻ്റെ ചെടിയായിരുന്നു. കുറേ ഇലയൊക്കെ ആയിട്ട് കഴിഞ്ഞ സമ്മർ കഴിഞ്ഞപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്ന. വിൻ്റർ കഴിഞ്ഞപ്പോൾ ഇതാണിപ്പോൾ അതിൻ്റെ അവസ്ഥ. എല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റോസ്മേരി. ഇതാണിപ്പോൾ ഡാനിയലിൻ്റെ ഈവനിങ്ങിലത്തെ വിനോദം. എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിക്കുക. Amazing. Super. Wow. Grass. That one. Oh, that's like one of the things. I don't know what there's one of the flowers. Yeah. But the grass I'm more excited by. The grass I'm more excited by. Oh, that's grass, is it? Yeah, I assume so. So you put grass here as well? Yeah. I assumed it was just there. നമ്മളിവിടെ ഇപ്പോൾ ഡാനിയൽ ഇവിടെ ചെടി നട്ടപ്പം. Yeah, they're all coming out. Oh. So like literally like overnight, finally come through. I think this section needs water now. Oh yeah, all of it needs water. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ള് ഗ്രാസ്, ഈ എന്താ ഗ്രാസ് എന്തോ അതിന് പറയുന്നേ, പുല്ല് അത് തന്നെ, പുല്ല് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മിറക്കിൾ ഗ്രോ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ പുല്ല് ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ നിറച്ച് വീഡ്സാണ്. അപ്പോൾ പറഞ്ഞു തന്നെ ഇവിടെ ഫുള്ള് നമ്മൾ പുല്ല് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിറച്ച് ഈ ആവശ്യമില്ലാത്ത വീഡ്സ് ആയിരുന്നു ഇത്രയും നാളും. അതെല്ലാം പറിച്ച് കളഞ്ഞിട്ടാണ് ഇപ്പോൾ അത് ചെയ്തേക്കുന്നത്. പുല്ല് മുളച്ച് വരികയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഇവിടെ പുല്ലും അതിൻ്റെ കൂടെ കുറേ പൂച്ചെടികളും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് പരിപാടി. ഈ സമ്മറിൽ നമുക്കിവിടെ ഒരു എന്താ ഇതിന് പറയണേ, ഗ്രീൻ ഹൗസ് സെറ്റപ്പ് ആക്കണം എന്നുണ്ട്. അപ്പം ഇവിടെ സൺഫ്ലവർ സീഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ബാക്കിലോട്ട് കാണുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ഗ്രീൻ ഹൗസ് വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം അവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ വീടിൻ്റെ പുറകിലെ പണ്ടൊരു ഷെഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് മാറിയപ്പം അവർ ഷെഡൊക്കെ പൊളിച്ചു കളഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഫുള്ള് അലമ്പായിട്ട് വരുന്നത്. ഇവിടെ ഇത്ര ഏരിയ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇത് നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മളിവിടെ റെൻറ്റിനാണല്ലോ, അപ്പോൾ നമ്മളിതങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇവിടുത്തെ വീഡ്സൊക്കെ കഴിഞ്ഞ ദിവസം ഇവർ വൃത്തിയാക്കിയപ്പോൾ എല്ലാം കാട് പിടിച്ച് കിടന്നെല്ലാം മാറ്റി.
അത് കാരണം കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ഹൗസ് വെക്കുകയാണെങ്കിൽ ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനുണ്ട്. ഗ്രീൻ ഹൗസ് ഉണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പിലയൊക്കെ അതിലെടുത്ത് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെയാണെങ്കിൽ സൺഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് പരിപാടി. നമുക്ക് പതുക്കെ ബാബയ്ക്ക് ഒക്കെ സെറ്റാക്കുമ്പോൾ ഞാനത് വീഡിയോ എടുക്കാം. Are we cooking here? Yeah. I thought we were cooking there. It's more sheltered, yeah. Cool. That's nice, is it? Yeah. നമ്മൾ ഇവിടെ നിന്നാണ് കുക്ക് ചെയ്യുന്നത്. Do you want the microphone? No, don't worry about it. It's fine. It's not much wind and all. ഞാനിതിൽ കടയിൽ പോയിട്ട് ചാർക്കോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ ഗാർഡനിലല്ല ഇവിടെ നിന്ന് തന്നെ ചെയ്യുന്നത്. ശേഷം കുറച്ച് കാറ്റ് കുറവ് ഇവിടെയാണല്ലോ. ഇവിടെയാണ് നമ്മുടെ ലോഞ്ച് ഏരിയ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടിതിനെ പറ്റി പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഡാനിൽ പറയുന്നത് എങ്ങനെ തീ പിടിക്കും, എത്ര പെട്ടെന്ന് തീ പിടിക്കും എന്ന് അറിയത്തില്ലെന്ന്. ഇവൻ്റെ വീട്ടിൽ ഗ്യാസിൻ്റെ ബാബയ്ക്കും ഉള്ളത്. അത് പുറത്ത് തന്നെ ഇങ്ങനെ വെച്ചേക്കും. ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും, എളുപ്പമാണ്. ഇതാണ് ബേസിക്. ഇവിടെ എല്ലാവരും ഇങ്ങനെ പഠിച്ചു തുടങ്ങുന്ന ബാബയ്ക്ക് ഇതിലാണ്. ഇങ്ങനൊരു ചെറിയ സാധനം വാങ്ങും. The thing is, in the UK... Do you need some paper? Yeah, because in America, they have this, but it's all like, literally it's coated in petrol. But this isn't, so... Because... Like, ഡാനിയിലാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാത്ത അവസ്ഥയാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടാണ് പോയത്. പിന്നെ ഫാസ്റ്റിംഗ് ആയിരുന്നു, ഒന്നും കഴിച്ചില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് കത്തിച്ച് ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത്. Oh, Dad, this is how you get lung I'm filming now. With your burning ink. ഡാനിയൽ എന്നോട് പറയാണ്, നമുക്ക് അടുത്ത തവണ വ്ളോഗ് പിടിച്ചാലോ, നമ്മളിങ്ങനെ പേപ്പറൊക്കെ വെച്ച് കത്തിച്ച് ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് വീഡിയോ പിടിക്കാനല്ലേ ഈ പരിപാടി എന്ന് പറഞ്ഞ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. കത്തുന്നുമില്ലല്ലോ ഇത്. To be honest, the mat underneath is not a great idea. No. It might catch fire. No, it won't catch fire. It might Okay. melt, but it won't catch fire. Fine. പേടിപ്പിച്ച് നോക്കിയതാ, പേടിച്ചില്ല. Nice healthy black smoke. I would say we need a candle here. Candle? Yeah. Why? Easily light the candle and then we can light this paper and then light the charcoal after. ഇതൊരു നടപടിയാവും ഇന്ന്. It's burning now. No, not yet. I would really stop recording and then just start recording when it works. Yeah. Come on, Dan. Show me your skills. Can you hold it? I'll try myself. Oh. Hold it. Oh, okay. Cancel. Oh, that's fine. You can cancel. Maybe turn it the other way. More paper. You recording this? Yeah. Round number 2. ഡാനിയൽ ഞങ്ങളുടെ ഗാർഡനിലുള്ള ഇതിനെന്തോ പറയുന്നത്, വൈക്കോലും ചുള്ളിക്കമ്പൊക്കെ പറക്കിക്കൊണ്ട്. ഓക്കെ, പിന്നെ വഴക്ക് പറയുന്നത് തൊട്ടേല്. എന്തൊരു പാടിത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കത്തിക്കാൻ പോകുന്നു.
ഇന്ന് കഴിക്കുമോ എന്തോ ഞങ്ങൾ. പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണെങ്കിലും ഇന്നത്തെ ഭക്ഷണം മൊത്തം ഇതിലാണ് ഇരിക്കുന്നത്. വിശന്നിട്ടാണെ കണ്ണും കാണുന്നില്ല. ആഹാ കത്തുന്നുണ്ടല്ലോ. ഇറ്റ്സ് വർക്കിംഗ്. Where do you get that? In the grass, in the garden. Is there plenty more? Yeah, I've got loads, yeah. Probably we will need It's all stuff. It's all the grass I use the strimmer on and then just let it die. Good. Good job. So next time we should buy the extra stuff, right? Happy now? Let's see. Okay, I think I can hear the noise. I just threw a few matches in there. Ah. YouTube and igniting that. I thought it was the charcoal. Nah. നല്ല രസമുണ്ട് സമ്മറിൽ പുറത്തിറങ്ങിയൊക്കെ. നല്ല വെതർ, ചൂടും ഇല്ല തണുപ്പും ഇല്ല. ഞാൻ പോയിട്ട് കുറേ ചുള്ളിക്കമ്പ് അതിൽ കുറേ മറ്റേ മരത്തിൻ്റെ കഷ്ണമൊക്കെ കിട്ടിയത് കൊണ്ടുവന്നു. ഇതൊക്കെ നടക്കുമോ എന്ന്. ഇതാണ് ഞങ്ങളുടെ ബാർബിക്യൂ. ഇനി ഇതിങ്ങനെ പറ്റില്ല, ഞങ്ങൾക്ക് കടയിൽ പോകാൻ മടിയായിട്ടാണ്. കടയിൽ പോയി കഴിഞ്ഞാൽ മറ്റേ വുഡിൻ്റെ പീസ് കിട്ടും, വെള്ള കളർ. അതും കൂടെ വേണമായിരുന്നു ഇതിൻ്റെ കൂടെ, ബ്ലാക്ക് ചാർക്കോളിൻ്റെ കൂടെ. അപ്പോൾ അത് നടന്നില്ല. അത് കാരണം ഞങ്ങളിപ്പോൾ പണ്ട് കാലത്തൊക്കെ ചെയ്യണ പോലെ ചെയ്യേണ്ട അവസ്ഥയായിപ്പോയി. വിശക്കുകയും ചെയ്യുന്ന. ഇനി ഇതൊരൊറ്റ കത്ത് കത്തി നമ്മുടെ ചാർക്കോളൊക്കെ ഒന്ന് തീ പിടിച്ചാൽ മതിയായിരുന്നു. I think you need me now. It's burning. എന്താവും നമുക്ക് നോക്കാം എന്തായാലും. സൺ ഡാനിയിൽ മാച്ച് സ്റ്റിക്ക് കത്തിച്ച് മതിയായിട്ട് ലൈറ്ററൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എന്തേലും നടക്കുന്നു. ഞാനാണെങ്കിൽ ഒന്ന് കുളിച്ചിറങ്ങി. നമ്മുടെ സാധനം ഇതുവരെ കത്തി റെഡി ആയിട്ടില്ല. അത് കാരണം ഡാനിയൽ കടയിൽ പോയി. നമ്മൾ ഈ ചാർക്കോൾ വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ എവിടെ അതെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഐറ്റംസും കൂടെ വാങ്ങണമായിരുന്നു. അപ്പം നമ്മളത് വാങ്ങിക്കാത്ത കാരണം കത്ത് പിടിച്ചില്ല. അപ്പോൾ അത് നമ്മളിന്ന് കത്ത് പിടിപ്പിച്ച് ഭക്ഷണം കഴിക്കാം എന്നുള്ള പ്രതിജ്ഞ എടുത്തിരിക്കുന്ന കാരണം വിശന്നിട്ട് കണ്ണും കാണുന്നില്ല. ഞാനാണെങ്കിൽ വന്നിട്ട് കുറേ വർക്കൗട്ടും ചെയ്ത് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. എല്ലാം ചൂടുണ്ട്, പക്ഷെ അത് നല്ലപോലെ ചൂട് കുറവാണ്. നല്ലോണം കത്തണം എന്നാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കതിനെ വെയിറ്റ് ചെയ്യാം. You are not in it. Just your hands. I know, but I'm going to be yelling at some point. Yeah! Like this? Yeah! Never seen that thing. No? No? Have a smell? I know, it's camphor, is it? That's not camphor, I don't know what that is. Is that safe there? Yeah, it's not going to come back to you. Who's doing a jazz jam? Positive. കത്ത് പിടിക്കട്ടെ. No. Wow, no. I should wait for you to start recording. No, I did it. കത്ത് പിടിക്കട്ടെ. This is what we have to do. Just this. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുള്ള കരിയിലേയും മടലും എല്ലാം കൊണ്ടുവന്നിട്ട് കത്തിച്ചിട്ട് ഇത് കത്തിയില്ല. ഇനിയെങ്കിലും കത്തിയാൽ മതിയായിരുന്നു. ഇത് വെച്ചാണ് ഇവിടെ യൂഷ്വലി എല്ലാവരും കത്തിക്കുന്നത്. ഇത് വാങ്ങാൻ മറന്നു. അതാണ് നമ്മൾ പെട്ടുപോയത്. ഹാപ്പി? Not sure. See, I just want them to all go white. Huh? I just want them to go white. Oh, that goes white, does it?
Oh, is it? ആ ചാർക്കോൾ മൊത്തം വെള്ള കളറാണ് പോലും. It just becomes covered in ash, basically. It's working. അപ്പം ഇനി ഇത് കത്തൊക്കെ പിടിച്ച് ഫുഡൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാം. വിശക്കുന്ന മണം കിട്ടുന്നില്ലല്ലോ. Yeah, I don't think the charcoals have cooked off enough yet. I can't smell it. No, I can. So, Good heat, right? yeah, we'll see. I'll get the oven warmed up just in case. ഞങ്ങളൊരു 5:30 തുടങ്ങിയ പരിപാടി ഇപ്പം 7 മണിയായി, ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പം ബീഫ് ബർഗർ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. നിങ്ങൾ ആ ഡാനിയലിൻ്റെ മുഖത്തൊക്കെ കാണാം അവൻ്റെ വിഷമം. നല്ല വിഷമമുണ്ട്. കുറേ സമയം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നു ഞാൻ സമയം എടുക്കുമെന്ന്. 7 മണിയായെങ്കിലും സൂര്യൻ എന്താ ഉച്ചി തന്നെ നിൽപ്പുണ്ട്. 8 മണിയാവും സൺസെറ്റ് ആവാൻ. അപ്പോൾ ഡാനിയൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കായില്ലെങ്കിൽ അതിൽ വെച്ച് ഫുഡാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലുക്കിങ് Just in my own world. Huh? I'm staring off into space. ഓക്കെ. ഡാനിയൽ തിരിച്ചിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ അടച്ചു വെക്കാൻ പോകും നമ്മൾ. What do you say? Actually, it's good if the fat drips on it because that will ignite. Nice. Okay. Yeah. ഞാൻ പോയി വീട്ടിലെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ എന്നിരിക്കാം. നെക്സ്റ്റ് ഇയർ ഗ്യാസ് വൺ. പതുക്കെ വെന്ത് വരുന്നേ ഉള്ളൂ. ബീഫ് ബർഗർ നമ്മൾ പാറ്റി മാത്രമേ കഴിക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഐസ്ബർഗ് ലെറ്റ്യൂസും ചിപ്സും ഞങ്ങൾ വീക്കെൻഡിൽ മാത്രമേ കഴിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് അടിയന്തരാവസ്ഥ കാരണം ഞങ്ങൾ ചിപ്സും എടുത്തു. That's good. That's not bad. Yeah, it's cooking. Getting there. Can smell the pepper. Nice. After an eternity. It's only been 3 hours. It's 3 hours. 3.5 hours. After an eternity നമ്മുടെ ബർഗർ റെഡിയാണ് ഡാനിയൽ പറയുന്നുണ്ട്. I didn't imagine you have put cheese on it. Oh yeah. ചീസൊക്കെ ഇട്ട് നല്ല അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് കഴിക്കുക. Is it well done? It's done. ഞങ്ങൾക്കിവിടെ ഇത് ടെസ്റ്റ് ചെയ്യുന്ന പ്രോബ് ഉണ്ട്, ടെമ്പറേച്ചർ അകത്ത് കുക്കായെന്ന് അറിയാം. അപ്പം അവനത് നോക്കിയിട്ട് സെറ്റായെന്നാ പറയണം. I will probe it one more time. You'll probe it. And if it's like slightly undercooked, I will chuck it in the microwave. Cool. മൈക്രോവേവിൽ അത് പറയണ്ടായിരുന്നു. ഞാനൊരു ചീസ് ഉള്ളതും ഒരു ചീസ് ഇല്ലാത്തതും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. ഇത് ശരിക്കും ബർഗർ പാറ്റിയാണ്. നമ്മൾ എന്താ ഐസ്ബർഗ് ലെറ്റ്യൂസിൻ്റെ ഇടയിൽ വെച്ചിട്ട് കഴിക്കും. അങ്ങനെ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. എനിക്ക് പൺ വലിയ താല്പര്യമുള്ള സാധനമല്ല, അത് കാരണം ഇങ്ങനെ നമ്മൾ കഴിക്കണേ. വാട്ടർ പ്ലീസ്. കുറച്ച് കെച്ചപ്പൊക്കെ വെച്ചപ്പോൾ ഞാനത് അങ്ങോട്ട് കഴിക്കാൻ പോകാൻ വെച്ചിട്ട് കണ്ണ് വന്നിട്ട് കേട്ടോ. ആദ്യം ചീസ് ഉള്ളത് കഴിക്കാം. റാബിറ്റിനെ പോലെയൊക്കെ ഉണ്ട്, കുറേ ഇലയും. കൊതിയായിട്ട് വയ്യ. കൊതി. So nice. Yeah, that's good. I'm happy. You like it? I like it. നല്ല സ്മോക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ കഴിച്ചു തീർക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ.